ഹായ് എവരി വൺ, എ സി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ഇതിനുമുള്ള റേഷ്യോസ് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനകത്ത് പഠിക്കേണ്ട റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. 1 ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, 2 നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, 3 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, 4 റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് GP, നെറ്റ് പ്രോഫിറ്റ് ഷോർട്ട് ഫോം ആണ് NP, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ ഷോർട്ട് ഫോം ആണ് OP, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ഫോം ആണ് ROI. ഇത് നമുക്ക് ഓരോന്നെന്താ നോക്കാം. അത് നമ്മുടെ ഒന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ടും നെറ്റ് സെയിൽസിന്റെ എമൗണ്ടും തന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ തരണം? നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തരണം. ഇത് രണ്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഇക്വേഷൻ താഴോട്ട് പോരും. കേട്ടല്ലോ? അപ്പൊ നെറ്റ് സെയിൽസിന്റെ എമൗണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഐറ്റം എന്തൊക്കെ തരണം? സെയിൽസും തരണം, സെയിൽസ് റിട്ടേൺ തരണം. രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് വരണം? ഓപ്പണിംഗ് സ്റ്റോക്ക് തരണം, പ്ലസ് നെറ്റ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു കാര്യം പറയാൻ പറ്റും, ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കും. നെറ്റ് പർച്ചേസിന്റെ എമൗണ്ട് തരണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ നെറ്റ് സെയിൽസ് എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയാണ് നെറ്റ് പർച്ചേസും. സെയിൽസ് മാറ്റിട്ട് അവിടെ ചേർത്താൽ മതി, പർച്ചേസ് ചേർത്താൽ മതി. അപ്പൊ താഴെ നോക്കി, നെറ്റ് പർച്ചേസസ് ഈക്വൽ ടു പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ഇതാണ് ഇക്വേഷൻ. കണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിന്റെ എമൗണ്ട് തന്നില്ലെങ്കിലോ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ 2 ഐറ്റംസ് തന്നിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് തരേണ്ടത്? സെയിൽസും സെയിൽസ് റിട്ടേണുമാണ്. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. അടുത്തെന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസസും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കണം. നെറ്റ് പർച്ചേസിന് എമൗണ്ട് തന്നില്ലെങ്കിലോ നമ്മൾ നെറ്റ് സെയിൽസ് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ നെറ്റ് പർച്ചേസും കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ നോക്കി, പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. കണ്ടല്ലോ? ഓക്കെ. അപ്പൊ അതാണ്ട് നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. കണ്ടല്ലോ? അത് കിട്ടിയതിന് ശേഷമേ നമുക്ക് എന്തുകൊണ്ട് കയറാൻ പറ്റൂ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി 2 പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അത് നമ്മൾ ആദ്യത്തെ ഒരു കുഞ്ഞു പ്രോബ്ലം ആണ് നോക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാലോ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നെറ്റ് സെയിൽസ് 6 ലക്ഷം തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ 50,000 തന്നിട്ടുണ്ട്, ഗ്രോസ് സെയിൽസ് 6,50,000 തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,60,000 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇത്ര ഐറ്റംസ് വെച്ചുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എഴുതണം. എന്താണ് ഇക്വേഷൻ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. കണ്ടല്ലോ? ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം അപ്ലൈ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കണ്ടല്ലോ? ഓക്കെ. ക്വസ്റ്റിനകത്ത് നെറ്റ് സെയിൽസ് 6 ലക്ഷം പറയുന്നുണ്ട്. അതിന് പുറമെയായിട്ട് അതിന്റെ താഴെയായിട്ട് സെയിൽസ് റിട്ടേണും 50,000, ഗ്രോസ് സെയിൽസ് 6,50,000 തന്നിട്ടുണ്ട്. ഈ ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സെയിൽസ് തന്നെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞു
നെറ്റ് സെയിൽസിന് ലൊക്കേഷൻ നോക്കി, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് അല്ലെ. അപ്പൊ ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞതാണ് ഗ്രോസ് സെയിൽ അല്ലേ, 6,50,000 തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ 50,000. അപ്പൊ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 6 ലക്ഷം വരും. ഈ 6 ലക്ഷമാണ് ഇവരിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കണ്ടല്ലോ. അപ്പൊ ഒന്ന് ഓർക്കുക, ഇവിടുത്തെ നെറ്റ് സെയിൽസ് 6 ലക്ഷം എന്ന് പറയുന്നത് ഗ്രോസ് സെയിൽസും സെയിൽസ് റിട്ടേണുടെ മൈനസ് ഉള്ള വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. എന്നാലും നമുക്ക് താഴെ നെറ്റ് സെയിൽസ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്വസ്റ്റ്യനകത്ത് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് വേണ്ടുന്ന 2 ഐറ്റംസ് അതിന്റെ താഴെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതൊന്ന് ആക്കിയെടുക്കണം. അപ്പൊ നോക്കിയതാ, നെറ്റ് സെയിൽസ് ഈക്വൽ ടു സെയിൽസ് നേട്ട് അതിന്റെ ബ്രാക്കറ്റ് ഗ്രോസ് വേണം. അവിടെ ഗ്രോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് എഴുതിയിട്ട് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പൊ സെയിൽസിന് വരുന്നതാണ് 6,50,000 മൈനസ് 50,000 ഈക്വൽ ടു എത്രയും 6 ലക്ഷം വരും. കണ്ടല്ലോ. അപ്പൊ ആ വാല്യൂ ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്? മുകളിൽ തന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടി. ഇനി അടുത്ത എന്ത് വേണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വേണം അല്ലെ. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ നോക്കി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ട അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? താഴെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 3,50,000 കൊടുക്കാം. കണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് നെറ്റ് സെയിൽസും കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. അപ്പൊ നമുക്ക് നേരെ പോകാം, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. ഓൾറെഡി ഇക്വേഷൻ എഴുതിയത് കൊണ്ട് വീണ്ടും ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി. അതായത് ഇക്വേഷന്റെ സ്ഥാനത്ത് എമൗണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു ഇക്വേഷൻ നിങ്ങൾ എന്താ പറഞ്ഞേ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഗുഡ്സ് സോൾഡ് അല്ലേ. നെറ്റ് സെയിൽസ് ഇവിടെ എത്ര ഉണ്ട്? 6 ലക്ഷം തന്നിട്ടുണ്ട്. കോസ്റ്റ് ഗുഡ്സ് സോൾഡോ 3,60,000 തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയതാ, ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 6 ലക്ഷം മൈനസ് 3,60,000 ഈക്വൽ ടു എത്ര വന്ന്? 2,40,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. കണ്ടല്ലോ. ഓക്കെ. ഇനി നമുക്ക് നേരെ പോകാം, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാം. ക്വസ്റ്റൻ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ എഴുതുന്നുണ്ട്, വീണ്ടും ഇക്വേഷൻ ഇട്ട ആവശ്യമില്ല, വാല്യൂ റീപ്ലേസ് ചെയ്താൽ പോലെ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി? 2,40,000 കിട്ടി. നെറ്റ് സെയിൽസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. 6 ലക്ഷമാണ് ക്വസ്റ്റിനിൽ കിടക്കുന്നത്. എന്നാലും നമ്മൾ അതൊന്ന് പറഞ്ഞാൽ മതി. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? താഴെ 6 ലക്ഷം കൊടുക്കാം. 2,40,000 ഡിവൈഡഡ് ബൈ 6 ലക്ഷം ഇൻറ്റു 100. കണ്ടല്ലോ. അപ്പൊ ആൻസർ എത്ര വരും? 40% വരും. ഇത് റേഷ്യോസ് എന്ന് പറയുന്നത് മാത്രമാണ് ശതമാനം എടുക്കുന്നത്. ഓരോരുത്തരത്ത് ടൈംസ് ആയിരിക്കും, ചിലടത്ത് ഇതായിരിക്കും, പെർസെന്റേജ് ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റബിൾ റേഷ്യോനകത്ത് അവിടെ എന്ത് വരുന്നത്? പെർസെന്റേജിനായിരിക്കും. കേട്ടോ? അപ്പൊ ആൻസർ എത്ര വരും? 40%. അപ്പൊ ഇത്രയുള്ള ആൻസർ. അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, കമ്പ്യൂട്ടർ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിങ്ങനെ ഐറ്റംസ് വെച്ചുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതാ സെയിൽസ് 5,12,000 തന്നിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോക്ക് 82,000 തന്നിട്ടുണ്ട്. പർച്ചേസസ് 3,92,000. സെയിൽസ് റിട്ടേൺ 10,000. ക്ലോസിംഗ് സ്റ്റോക്ക് 64,400. പർച്ചേസ് റിട്ടേൺ 8,000. ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റിനകത്ത് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ട്? സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് സെയിൽസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസിന്റെ വാല്യൂ എത്രയാണ്? 5,12,000. സെയിൽസ് റിട്ടേണോ 10,000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5,12,000 മൈനസ് 10,000 ഈക്വൽ ടു 5,02,000 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നെറ്റ് സെയിൽസ് ഇവിടെ തരാഞ്ഞത് കൊണ്ട് നമ്മളത് എന്ത് ചെയ്തു? ആ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 5,02,000. ഇനി അടുത്തെന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടുന്ന ഐറ്റംസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 3 ഐറ്റംസ് ക്വസ്റ്റിനകത്തുണ്ടോ നോക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000 തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 64,400 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് പർച്ചേസ് വേണ്ടേ? പക്ഷെ നമുക്ക് ക്വസ്റ്റിനകത്ത് നെറ്റ് പർച്ചേസിന് എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ അടുത്ത പറഞ്ഞ്
നെറ്റ് പർച്ചേസ് ഈക്വൽ ടു പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ അല്ലെ. പർച്ചേസിന് എമൗണ്ട് ഇവിടെ എത്ര ഉണ്ട്? 3,92,000 തന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ എമൗണ്ട് എത്ര ഉണ്ട്? 8,000 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് പർച്ചേസ് ഈക്വൽ ടു ഇക്വേഷൻ ആയിട്ട് അതിന്റെ താഴെ വാല്യൂ റീപ്ലേസ് ചെയ്യാം. 3,92,000 മൈനസ് 8,000 ഈക്വൽ ടു എത്ര വന്ന്? 3,84,000 വന്നു. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. പക്ഷെ നെറ്റ് പർച്ചേസ് തന്നിട്ടില്ല. നമ്മൾ അതിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് റീപ്ലേസ് ചെയ്യും അല്ലെ. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ആയിട്ടുണ്ട്. അത് വാല്യൂ റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. കോസ്റ്റ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു 82,000 പ്ലസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സ്ഥാനത്ത് 82,000 കൊടുക്കുക, പ്ലസ് കൊടുക്കുക. നെറ്റ് പർച്ചേസ് ആണ് എത്ര കൊടുക്കണം? 3,84,000 കൊടുക്കണം. എന്നിട്ട് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 64,400 അല്ലെ. അപ്പൊ നമ്മൾ 64,400 ഈക്വൽ ടു ഫൈനൽ ആൻസർ റെഡി 4,01,600 കിട്ടി. 4,01,600 ആൻസർ. അപ്പൊ നമുക്ക് കോസ്റ്റ് ഗുഡ്സ് സോൾഡ് കിട്ടി. കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്താണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അവിടെ വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ നെറ്റ് സെയിൽസ് എത്ര ഉണ്ട്? 5,02,000 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗുഡ്സ് സോൾഡോ 4,01,600. അപ്പൊ രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ നോക്കിയാ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു 5,02,000 മൈനസ് 4,01,600 ഈസിക്കൽ ടു എത്ര വന്ന്? 1,04,000 കിട്ടി. കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്ന? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കി. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അത് ഇക്വേഷൻ ഓൾറെഡി എഴുതിയുണ്ട്. വാല്യൂ റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നോക്കിയാ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് എത്ര വേണം? 1,04,000 കൊടുക്കണം. ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസിന് സ്ഥാനത്ത് എത്ര വേണം? 5,02,000 കൊടുക്കണം. ഇൻറ്റു 100. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയായിട്ട് ആൻസർ? 20% കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഡയറക്റ്റ് ക്വസ്റ്റിനും കഴിഞ്ഞു, ഇൻഡയറക്റ്റ് ക്വസ്റ്റിനും കഴിഞ്ഞു. കണ്ടല്ലോ. ഓക്കെ. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ രണ്ടാമത്തെ റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇക്വേഷൻ പറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. നമ്മൾ നേരത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞില്ലേ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതേപോലെ തന്നെയാണ് ഗ്രോസ് പ്രോഫിറ്റ് മാറ്റിട്ട് എന്തെടുത്താൽ മതി? നെറ്റ് പ്രോഫിറ്റിന് ചേർത്താൽ മതി. നെറ്റ് സെയിൽസിന്റെ വേറൊരു പേരാണ് റവന്യൂ. നെറ്റ് സെയിൽസിന്റെ വേറൊരു പേരാണ് റവന്യൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 കൊടുക്കാം. അത്രയുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 9,50,000 തന്നിട്ടുണ്ട്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഇൻകം ആണത്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഏത് ഇൻകം മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് അല്ലെ. ഇൻകം വരുന്നെല്ലാം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും, എക്സ്പെൻസ് വരുന്നെല്ലാം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അതർ ഇൻകം എന്ന് പറയുമ്പോൾ ഏതിനാ മെൻഷൻ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡിനാണ് അല്ലെ. എത്ര തന്നിട്ടുണ്ട്? 20,000 തന്നിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസസ് ആണ്. അതർ എക്സ്പെൻസ് ആകുമ്പോൾ ആരെ മെൻഷൻ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പെയ്ഡും ആവാം, ടാക്സും ആവാം. അത് എത്ര തന്നിട്ടുണ്ട്? 50,000 തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2,50,000 തന്നിട്ടുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2,50,000 എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകംസ് മൈനസ് അതർ എക്സ്പെൻസ്, അതെല്ലാം കൂടെ കഴിഞ്ഞ് വരുന്ന വാല്യൂ ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് എത്ര ഉണ്ട്? 40,000. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. കണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം, ആൻസറിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം ഇക്വേഷൻ എഴുതാം അല്ലെ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. നമുക്ക് ബിഫോർ ടാക്സ് വേണ്ട, നമുക്ക് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത്. ആഫ്റ്റർ ടാക്സ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പഠിക്കാം. അതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കിയതാ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് വേണമെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ് ചുമ്മാ എഴുതിട്ടോ നെറ്റ് പ്രോഫിറ്റ് എഴുതാം കേട്ടോ. ആ വാല്യൂ ആണ് ഇവിടെ മുകളിൽ എഴുതുന്നത്. കണ്ടല്ലോ. ഓക്കെ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ടാക്സ് പെയ്ഡ്. അതായത് നോക്കിയാൽ ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ നോക്കി. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര ഉണ്ട്? 2,50,000 തന്നിട്ടുണ്ട്. ടാക്സ് പെയ്ഡ് എത്ര ഉണ്ട്? 40,000 തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ മൈനസ് ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. കണ്ടല്ലോ. അപ്പൊ 2,50,000 മൈനസ് 40,000 ഈസിക്കൽ ടു എത്ര വരും?
2,10,000 വരും. കുറയ്ക്കുമ്പോഴുള്ള വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി താഴെ നമുക്ക് എന്ത് വേണ്ടത്? റവന്യൂ ആണ് വേണ്ടത് അല്ലേ? അപ്പൊ റവന്യൂ മീൻസ് പറഞ്ഞ ആരാണ്? നെറ്റ് സെയിൽസ് ആണ്. എത്ര ഉണ്ട്? 9,50,000. അപ്പൊ നമുക്ക് താഴെ വേണമെങ്കിൽ അതിനെ കൂടെ മെൻഷൻ ചെയ്യാം. റവന്യൂ അതായത് നെറ്റ് സെയിൽ ഈക്വൽ ടു 9,50,000. കണ്ടല്ലോ? ഓക്കെ. ഇനി നമുക്ക് നേരെ അപ്പം ഇക്വേഷനിലേക്ക് പോവാം. അവിടെ റീപ്ലേസ് ചെയ്താൽ പോരെ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് റൈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിച്ചത്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ? അവിടെ എത്ര നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 2,10,000. അപ്പൊ നമ്മള് മുകളിൽ 2,10,000 ഡിവൈഡ് ബൈ റവന്യൂ മീൻസ് പറഞ്ഞ ആരാണ്? നെറ്റ് സെയിൽസ് അല്ലേ? 9,50,000. അപ്പൊ ഇവിടെ താഴെ 9,50,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എത്ര വരും? 22.11%. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇവരുടെ ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ കിട്ടുന്ന വാല്യൂ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റയടിക്ക് ആദ്യം ചെയ്യാൻ പാടില്ല. അത് പല പല ആൻസർ ആയിട്ട് വരത്തോളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ആൻസർ കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് പ്രോഫിറ്റബിൾ റേഷ്യോക്കകത്ത് നമ്മൾ 2 റേഷ്യോയുടെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത 3ന്റെയും 4ന്റെയും അടുത്ത വീഡിയോ കൂടെ പറഞ്ഞു തരാം. അത് ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കാൻ മറക്കണ്ട. ഇക്വേഷൻസ് ഫുള്ള് കാണാൻ പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അഥവാ ഇക്വേഷൻസ് മറന്നു പോകണമെങ്കിൽ ചെയ്യണം, ഒരു പേപ്പറിനകത്ത് ഇതെല്ലാത്തിനും ഇക്വേഷൻസ് ഒന്ന് തറവാക്കി വെച്ചേക്കണം. അത് കാണാൻ പഠിച്ചേക്കണം, മനഃപ്പാടമാക്കണം. ഓക്കെ. താങ്ക് യു.